ഹായ് ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മിക്സ്ചർ റെസിപ്പിയുമായിട്ടാണ്. ബോംബെ മിക്സ്ചർ, മുട്ട മിക്സ്ചർ എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു മഞ്ഞ മിക്സ്ചറിൻ്റെ റെസിപ്പി നമുക്ക് നോക്കിയാലോ. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ടാന്നുണ്ടെങ്കിലും അധിക വീട്ടിലും ഇല്ലാത്ത രണ്ട് സംഭവങ്ങൾ ഇതിലേക്ക് വേണം. ഫസ്റ്റ് വൺ ഈ മസൂർ ദാളാണ്. സാധാരണ നമ്മൾ തൊലി കളഞ്ഞിട്ടുള്ള മസൂർ ദാളാണ് കണ്ടിട്ടുണ്ടാവുക. ഇത് തൊലിയോട് കൂടിയ വോൾ മസൂർ ദാളാണ് കേട്ടോ. ഇത് 1-2 മണിക്കൂർ നമ്മൾ വെള്ളത്തിൽ കുതിർത്തി വെക്കണം. എന്നിട്ട് നല്ലൊരു തുണിയോ ടിഷ്യൂ പേപ്പറോ വിരിച്ച് നമുക്കത് ഇതുപോലെ ഒന്ന് പരത്തിയിടാം. അപ്പോൾ നമ്മുടെ എക്സ്ട്രാ ഉള്ള വെള്ളമൊക്കെ വലിഞ്ഞ് കിട്ടും. ഇനി നമുക്ക് ഇതിൻ്റെ മാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് കടലമാവും 1.5 കപ്പ് അരിപ്പൊടിയുമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് കുറച്ച് മാത്രം ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നീട് കളറിന് വേണ്ടി ഇത്തിരി മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഞാനിതൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ശേഷം നമുക്ക് വെള്ളത്തിലൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് മാത്രമേ ഉപ്പ് ചേർത്തിട്ടുള്ളൂ. അതിനൊരു കാരണമുണ്ട്. നമ്മൾ ഇതിലേക്ക് മിക്സറെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് ലാസ്റ്റ് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർക്കുന്നുണ്ട്. അതൊരു സോൾട്ടാണ്, ബ്ലാക്ക് സോൾട്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ വീട്ടിലും അവൈലബിൾ അല്ലാത്ത രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ്. ഈ ഒരു ബ്ലാക്ക് സോൾട്ടാണ് ബേക്കറിയിലെ അതേ രുചി നമ്മുടെ മിക്സറിന് നൽകുന്നത്. അങ്ങനെ നമ്മുടെ മാവെല്ലാം ചപ്പാത്തി മാവിനേക്കാൾ കുറച്ചും കൂടെ ലൂസായ രീതിയിൽ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സേവനാഴിയിലേക്ക് ഈ മാവിടാം. അതിന് മുന്നേ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ നമ്മുടെ അച്ചിൽ തൂവി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാനിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില വെള്ളമൊക്കെ തോർന്ന ശേഷം ഇട്ട് കൊടുക്കാം. വല്ലാണ്ട് കളറ് മാറാതെ കരിയുന്നതിന് മുന്നേ നമുക്കിത് വറുത്ത് കോരാം. വറുത്ത് കോരി കുറച്ച് കഴിയുന്ന സമയത്ത് ഇത്തിരിയും കൂടി ഡാർക്ക് കളറായി കുറച്ചും കൂടെ ക്രിസ്പിനെസ് നമുക്ക് ഈ കറിവേപ്പിലൊക്കെ കിട്ടും. ഇനി നമ്മൾ നേരത്തെ ടിഷ്യൂ പേപ്പറിൽ വെള്ളം തോരാൻ വേണ്ടി വെച്ചിട്ടുള്ള മസൂർ ദാൾ എടുക്കാം. എന്നിട്ട് അത് നമുക്ക് എണ്ണയിലേക്കിട്ട് വറുത്ത് കോരാം. 1-2 മണിക്കൂർ വെള്ളത്തിൽ കിടന്ന് കുതിർന്നത് കൊണ്ട് തന്നെ ഇത് ഓയിലിലേക്ക് ഇട്ട സമയത്തെ നമുക്ക് ക്രിസ്പി ആയി കിട്ടില്ല. അതുകൊണ്ട് തന്നെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യാം ക്രിസ്പി ആയോ ഇല്ലയോ എന്ന്. എന്നിട്ട് അതിന് ശേഷം നമുക്കിത് വറുത്ത് കോരാം. വറുത്ത് കോരുമ്പോൾ നമുക്ക് ടിഷ്യൂ പേപ്പറിലേക്കാണ് ഞാൻ ഇട്ടിട്ടുള്ളത്, എക്സസ് ആയിട്ടുള്ള ഓയിലൊക്കെ കളയാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മിക്സറിൻ്റെ മാവ് സേവനായി തിരിച്ച് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ മാവ് ഉണ്ടാക്കിയ സമയത്ത് ഇത്തിരി വെള്ളം കൂടി പോയത് കൊണ്ടാണ് ഇതിങ്ങനെ മുറിഞ്ഞ് വരുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റ് നമുക്ക് ചുറ്റിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് വേവിച്ച സമയത്ത് ഇത് നന്നായി പൊടിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ആയിപ്പോയ ഒറ്റ പ്രശ്നമേ ഉള്ളൂ, ഓയിലിൽ നമ്മുടെ മിക്സറിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കും. അല്ലെങ്കിൽ നമുക്ക് വൃത്തിയായി കോരി എടുത്ത് പിന്നീട് അത് പൊടിച്ചു കൊടുത്താൽ മതിയായിരുന്നു. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ബ്ലാക്ക് സോൾട്ട്. ബ്ലാക്ക് സോൾട്ട് എന്ന് പേരേ ഉള്ളൂ, കണ്ടാലൊരു പിങ്ക് കളറിലാണ് ഇരിക്കുന്നത്. നമ്മളെടുത്ത ആ ഒരു മൊത്തം മാവിലേക്ക് ഒരു 3 ടീസ്പൂണോളം ബ്ലാക്ക് സോൾട്ട് ആഡ് ചെയ്താൽ മതിയാകും. പോരാന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ബാക്കി ആഡ് ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് മസൂർ ദാളും കറിവേപ്പിലയും കൂടെ വറുത്തത് നമുക്ക് ആഡ് ചെയ്തിട്ട് മൊത്തത്തിലൊന്ന് യോജിപ്പിച്ചിട്ടെടുക്കാം. ഇനിയിപ്പം ബ്ലാക്ക് സോൾട്ട് കിട്ടില്ല എന്ന് വിചാരിച്ച് ആരും സങ്കടപ്പെടേണ്ട. ഇല്ലെങ്കിലും അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. പക്ഷേ ആ ഒരു സംഭവം കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് തനി ബേക്കറി ടേസ്റ്റിൽ നമുക്ക് കിട്ടും കേട്ടോ. 100% ഫ്ലോപ്പ് ആവാത്ത റെസിപ്പിയാണ്. എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ്.